ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. കേരള സ്റ്റൈലാണ്, ഖത്തർ ലൈഫാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ ബിരിയാണിയാണ്. ബിഗിനേഴ്സ് ഫ്രണ്ട്ലി മട്ടൻ ബിരിയാണി. അതിനുവേണ്ടി മട്ടൻ നന്നായി കഴുകി കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുരുമുളകും ഉപ്പും ചേർത്ത് ഒരു 2-3 വിസിൽ വരുന്നത് വരെ അടിക്കുക. എങ്ങനെയാണ് മട്ടൻ്റെ വേവ് അതുപോലെ. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, മുളക് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള കാഷ്യൂനട്ടും പിന്നെ മുന്തിരിയും ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി വഴറ്റി അത് മൂന്നും മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അത് ഞാൻ നേരത്തെ എടുത്ത വെളിച്ചെണ്ണയിൽ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ നെയ്യും ഇട്ട് നന്നായിട്ട് ഉള്ളി നന്നായി വാട്ടുന്നുണ്ട്. പിന്നെ ഉപ്പ് ഇട്ടിട്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകിൻ്റെ പേസ്റ്റ് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചത് അതിനകത്ത് കുറച്ച് ഇടുക. പിന്നെ നന്നായി വാടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. അത് അപ്പോഴത്തേക്കും നമുക്ക് കുക്കർ വെന്തിട്ടുണ്ടാവും. അതിനകത്ത് എന്താക്കുക, പിന്നെ അതിൻ്റെ വെള്ളം കളയരുത്. അല്ലാണ്ട് തന്നെ പിന്നെ ഇറച്ചി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും പിന്നെ ഗരം മസാലയും കുരുമുളകും അത് മാത്രം കേട്ടോ ഞാൻ മസാലയായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ, അത് ഇടുക. അതിനുശേഷം മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇടുക. എത്രയാണ് മല്ലിച്ചപ്പ് അതിൻ്റെ പകുതി മതി കേട്ടോ. പുതിനച്ചപ്പ് അത് ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചില്ലേ, ഉള്ളി പൊരിച്ച് വെച്ചില്ലായിരുന്നു, അതിനകത്ത് കുറച്ച് എടുത്തിട്ട് ഈ മസാലയിൽ മിക്സ് ചെയ്യാം. നമുക്ക് ചോറുണ്ടാക്കാം. ചോറുണ്ടാക്കുമ്പോൾ പിന്നെ വെളിച്ചെണ്ണ അതിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ, സ്പൈസസ് ഒക്കെ ഇടുക. പിന്നെ ഉള്ളി വാട്ടുക. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചിക്കൻ്റെ വെള്ളം എടുത്തില്ലേ, അതും കൂടി അതാട്ടോ യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ബാക്കിയുള്ളത് സാധാരണ വെള്ളം എടുത്ത് മിക്സ് ചെയ്യുക. അത് ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ. പിന്നെ ചെറുനാരങ്ങ ഇതാക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അത് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ദമ്മിടേണ്ട പ്രോസസ്സാണ്. ഞാൻ നേരത്തെ എടുത്ത മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ദമ്മിടുമ്പോൾ അതിനകത്ത് ഇടാൻ വേണ്ടി അതിനകത്ത് ചെറുനാരങ്ങ മിക്സ് ചെയ്തിട്ട് ദമ്മിടാൻ വേണ്ടി. പിന്നെ കുറച്ച് പാലും അതിനകത്ത് ഫുഡ് കളറും ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെന്താക്കുക, പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇടുക. പിന്നെ അതിനകത്ത് ചോറിടുക. പിന്നെ നമ്മൾ മാറ്റിവെച്ച ഉള്ളി പിന്നെ കാഷ്യൂനട്ട്, മുന്തിരി അതെല്ലാം മിക്സ് ചെയ്ത് മല്ലിച്ചപ്പും പുതിനച്ചപ്പും കളറും ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ മസാലയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ചെറുനാരങ്ങ ഇതാക്കിയത്, അതും കൂടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മസാല ഇടുക, വീണ്ടും ചോറിടുക. അങ്ങനെ അത് ലെയർ ചെയ്യാം, മേളിൽ ചോറ് വരുന്ന രീതിയിൽ. അപ്പം അതിൻ്റെ ഫോയിൽ വെച്ചിട്ട് ഞാനത് ദം ചെയ്ത് വെക്കുന്നുണ്ട്. 20 മിനിറ്റ് ലോ ഫ്ലെയിമിലാട്ടോ ചെയ്യുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയാവും. എല്ലാവരും ട്രൈ ചെയ്തു.